നാട്ടിലിറങ്ങിയ ഒരു സിനിമയെ ഇത്രത്തോളം വർഗീയതയും രാഷ്ട്രീയവും പറഞ്ഞിട്ട് ബാനാക്കി വിടേണ്ട ആവശ്യമൊന്നും സംഘപരിവാർ ഹാൻഡിലുകൾക്കില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സംഘപരിവാർ ഹാൻഡിലുകളോടും അത് ചെയ്യുന്ന സംഘപരിവാറിന്റെ വ്യക്തികളോടും പരമപുച്ഛവും പരിഹാസവും മാത്രമേ എനിക്കുള്ളൂ. കാരണം നിങ്ങളുടെ നോർത്ത് നിന്ന് നമ്മളെ നാടിനെ ഒരുമാതിരി പുച്ഛിച്ച് തള്ളിയ പോലെ പ്രൊപ്പഗണ്ട മൂവിയൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഇവിടെ കാണിച്ച സമയത്ത് അതെന്താ പറഞ്ഞത്, സിനിമയായിട്ട് കാണണം. നോർത്ത് ഇന്ത്യക്കാർ ഇറക്കിയ രഹസ്യണ്ണൻ പറയുന്ന ആ സിനിമ ദി കേരള സ്റ്റോറിയാണ്. ദി കേരള സ്റ്റോറി കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ഡയറക്ടറിനോട് വാദിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന കഥാപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് 2-3 സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു പെൺകുട്ടി ISIS ചേരാൻ പോയിട്ട് ഇപ്പോഴും സിറിയയിലെ ജയിലിലോ മറ്റോ എങ്ങാനാണോ കിടക്കുന്നത്. നിങ്ങൾക്ക് അത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എമ്പുരാൻ സിനിമയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തിനാണ് എമ്പുരാൻ കാണാൻ പോയത്? അതിനകത്ത് നമ്മൾ കാണാൻ പോയത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയും അതേപോലെ എബ്രാം ഖുറേഷിയുടെ കുറച്ച് പാസ്റ്റ് ആയിട്ടുള്ള കഥ എന്താണ് അദ്ദേഹം എന്ന് അറിയാനാണ് പോയത്. എന്നിട്ട് നമുക്ക് 1/2 മണിക്കൂർ ഇരുത്തി കാണിച്ചു തന്നത് ഗുജറാത്തിലെ കലാപവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. അത് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കാണിച്ചത്, ഡയറക്റ്റ് ആയിട്ട് പോലും അല്ല കാണിച്ചത്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അതൊരു ന്യൂട്രൽ സ്വഭാവത്തിൽ കാണിക്കണം, അതുമില്ല. ഇത് ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വെന്ത് മരിക്കുന്നത് ഗ്രാഫിക്സ് ആയിട്ട് കാണിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒരു ഹിന്ദു നേതാവ് വന്നിട്ട് കുറെ മുസ്ലിംസിനെ കൊല്ലുന്നത് പച്ച വർഗീയത വളർത്തുന്ന രീതിയിൽ എല്ലാവരെയും കാണിച്ചതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഓൾറെഡി ആ സമയത്ത് ഫസ്റ്റ് ഫാൻ ഷോ കണ്ട സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇത് കേരളത്തിൽ വലിയ രീതിയിൽ ഒരു കോഴിയിളക്കം സൃഷ്ടിക്കുന്ന രീതിയിലെ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ലാലേട്ടൻ സേഫാണ്. അദ്ദേഹം ഇടപെട്ട് ഈ സിനിമയിൽ നിന്നും 26 മിനിറ്റോളമുള്ള ആ കാര്യങ്ങൾ നീക്കാൻ സാധ്യത